ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും പവിത്ര സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് മാഷും വിക്രമെല്ലാം കഞ്ഞി കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ കമല ഒരുവിധം പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദിനി ഒന്ന് പറയുകയാണ്, അച്ഛാ വേറെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ അമ്മ പറഞ്ഞായിരുന്നു വിനയേട്ടൻ ഈ വീടിന് വേണ്ടി എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു വിശ്വേട്ടനും വിക്രം എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചായിരുന്നു. അത് വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉള്ള കാര്യമല്ലേ അച്ഛാ പറഞ്ഞതെന്ന് പറയുകയാണ്. അപ്പോൾ മാഷിന് ദേഷ്യം വന്ന കഞ്ഞിയുടെ മുമ്പിൽ നിന്ന് എണീക്കുകയാണ്. അയ്യോ അച്ഛ വിഷമിക്കുകയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതിൻ്റെ പേരിൽ ആഹാരം കഴിക്കാതെ ഇരിക്കേണ്ടെന്നൊക്കെ പറയുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞതിന് എല്ലാവരും കൂടി എന്നെ ഇനി തൂക്കി കൊല്ലാനുള്ള വിധിയായിരിക്കും വിധിക്കുന്നതൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി അച്ഛ എന്ന് പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ട് കയറി പോവുകയാണ്. അപ്പോൾ മാഷ് പറയുകയാണ്, നന്ദിനിയും വിനായകനും ഇത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതല്ല, അവർക്ക് തക്കതായ ലക്ഷ്യം ഉണ്ടായിരിക്കും എന്നൊക്കെ മാഷ് പറയുകയാണ്. അപ്പോൾ കമല ചോദിക്കുകയാണ് എന്ത് ലക്ഷ്യം എന്നൊക്കെ പറയുകയാണ്. അതൊന്ന് അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല എന്ന് മാഷ് പറയുകയാണ്. അത് കഴിഞ്ഞ് വിശ്വം രാവിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ശേഷം ഇറങ്ങിപ്പോയതാണ്. എന്നിട്ട് രാത്രി വീട്ടിൽ കുടിച്ചുകൊണ്ട് കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ വേദ ഇത് കാണുന്നുണ്ട്. അപ്പോൾ വേദ ഒരുപാട് വഴക്ക് കൊടുക്കുന്നുണ്ട്. വിശ്വട്ട് എന്താണ് ഈ കാണിക്കുന്നത്? അപ്പോൾ ആ ശ്രീചേട്ടത്തി അവിടെ വിഷമിച്ചിരിക്കില്ല, അതിൻ്റെ ഇടയിൽ മദ്യപിച്ചും കൂടി വരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ വിഷമം സഹിക്കാൻ വയ്യാതെ കുടിച്ചു പോയതാണ് വേദ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയം അവിടെ വിക്രം വരികയായിരിക്കും. അപ്പോൾ വിക്രം പറയുക, ഓ അതിനാണല്ലേ ഇന്ന് എൻ്റെ വർക്ക്ഷോപ്പിൽ വന്ന് പൈസയൊക്കെ വാങ്ങിയിട്ട് പോയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മോനെ എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാതായിപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ കുടിച്ചതെന്ന് പറയുകയാണ്. വേദ പറയുകയാണ്, ചേട്ടാ മദ്യപാനം എന്ന് പറയുന്നത് ഒരു പരിഹാരമല്ല, നമ്മളെ വിഷമം വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, അത് ഫേസ് ചെയ്യുകയാണ് വേണ്ടതെന്നൊക്കെ വേദ പറയുകയാണ്. എന്നിട്ട് വിശ്വം അതൊക്കെ കേട്ടിട്ട് അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ അവിടെ ശ്രീജ കിടക്കുകയായിരിക്കും. അപ്പോൾ ശ്രീജയുടെ പറയുകയാണ്, ശ്രീജ എനിക്ക് വിഷമം സഹിക്കാൻ വയ്യാതെ ഞാൻ ആ സമയത്ത് ഇറങ്ങിപ്പോയതെന്നൊക്കെ പറയുകയാണ്. പിന്നെ കുറച്ച് മദ്യപിച്ചെന്നും പറയുകയാണ്. അപ്പോൾ നീ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രീജ ദേഷ്യം വന്ന് ചാടി എണീക്കുകയാണ്. നിങ്ങൾ മദ്യപിക്കുക എന്ത് വേണം ചെയ്തു, നിങ്ങൾക്കൊരു കുടുംബം പുലർത്താനുള്ള കഴിവുണ്ടോ മനുഷ്യ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ ഇന്ന് ഇത്രയും പേരുടെ മുമ്പ് നാണോ മാനവും കെട്ടില്ല, നിങ്ങൾക്ക് അങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയില്ല, ഞാനല്ലേ ഇവിടെ കിടന്ന് അനുഭവിക്കണ്ടേ എന്നൊക്കെ ശ്രീജ പറയുകയാണ്. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടുണ്ട്, നിങ്ങൾ എനിക്കൊരു ഉടുതുണിയെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? ഓരോ പ്രാവശ്യം ഓണത്തിന് അച്ഛൻ എനിക്ക് ഡ്രസ്സ് എടുത്ത് തരുമ്പോൾ ഞാൻ നാണോ മാനവും കെടുകയാണെന്നൊക്കെ പറയുകയാണ് ശ്രീജ. മാത്രമല്ല നമ്മുടെ ഒരു കുട്ടിയുള്ളതിന് അതിനെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കില്ല, നിങ്ങൾ എപ്പോഴെങ്കിലും അതിനൊന്ന് കാണാൻ പോയിട്ടുണ്ടോ? പോയാൽ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം, അതിനുള്ള ഗതി നിങ്ങൾക്കില്ലെന്നൊക്കെ വിശ്വത്തിനെ ശ്രീജ പറയുകയാണ്. അപ്പോൾ വിശ്വം പറയണത് നീ ഒന്ന് അടങ്ങ് ശ്രീജ, അപ്പുറം ഇപ്പുറം അച്ഛനോ വിനായകനൊക്കെ ഉണ്ട്, നീ ഒന്നും മിണ്ടായിരിക്കുന്നു പറയും. ആര് കേട്ടാലും എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയണം. ഇത്രയും നാൾ ഞാൻ ഇവിടെ കിടന്ന് അനുഭവിച്ചു, നിങ്ങൾ ഒറ്റ ഒരാൾ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതെന്ന് ശ്രീജ പറയുകയാണ്. ഞാൻ ഇവിടെ വേലക്കാരിയെ പോലെ എല്ലാ ജോലിയും ചെയ്യിക്കണം, അതെന്തുകൊണ്ടെന്ന് അറിയാമോ? ഇതല്ല തിന്നുന്നത്, പണിയെടുത്തിട്ടാണ് തിന്നുന്നത് എന്നുള്ളൊരു ബോധം എൻ്റെ മനസ്സാക്ഷി തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണെന്നൊക്കെ ശ്രീജ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വിശ്വന് വളരെയധികം ദേഷ്യം വരികയാണ്. നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ ഉള്ള സത്യങ്ങളാണ് പറയുന്നതെന്ന് പറയുകയാണ്. ഇനി എനിക്കിവിടെ ഇങ്ങനെ സഹിച്ച് ജീവിക്കാൻ വയ്യെന്ന് പറയുകയാണ്. നിങ്ങൾ ഒരു ജോലി ചെയ്യാൻ ഇങ്ങനെ നിങ്ങൾ മടിച്ച് നിൽക്കുന്നത് എന്താണ്? ഒരു പുരുഷന്മാരായ ജോലി ചെയ്ത് കുടുംബം പുലർത്തണം, അങ്ങനെയുള്ളവനാണ് പുരുഷൻ, അല്ലാത്തവൻ പുരുഷനല്ലെന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ വിശ്വം ദേഷ്യം വന്ന് ഒരു അടി കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇതെല്ലാം അപ്പുറത്തെ മുറികളിൽ കിടന്നുകൊണ്ട് മാഷും കമലയും വിനായകനും നന്ദിനിയൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാഷ് പറയുകയാണ്, ആ കുട്ടി പറഞ്ഞാൽ ഒരു തെറ്റും ഇല്ലെന്ന്, അവ അത് അർഹിക്കപ്പെട്ടാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കമലയ്ക്കും വളരെയധികം വിഷമമാണ്, ഇവ ഇങ്ങനെയൊക്കെ കാണിച്ചല്ലോ പാവം കുട്ടി എന്നൊക്കെ പറയുകയാണ്. വിക്രം മാല ഇട്ടപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഒരുവിധം ഒതുങ്ങിയെന്ന് വിചാരിച്ചാണ്. എന്നിട്ടാണ് അവ സമരപ്പന്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അതൊക്കെ ഒത്തീർപ്പായെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇനി അവ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടില്ലെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും വിശ്വൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് കമല പറയുകയാണ്. അപ്പോൾ നാളെ എന്തായാലും മാഷ് അവനോട് സംസാരിക്കണമെന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ വിശ്വ എണീറ്റ് വരികയാണ്. അപ്പോൾ ശ്രീജ അവിടെ തറയെല്ലാം തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീജ അടുത്ത് നിന്ന് മാപ്പ് പറയാനായിട്ട് പോയത് ശ്രീജ മുഖം തിരിച്ച് അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ തൊട്ടുപുറകെ വിശ്വം പോകുന്നുണ്ട്. അപ്പോൾ അടുക്കളയിലോട്ടാണ് ശ്രീജ കയറിപ്പോയത്. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, മാഷും വിനായകനും നന്ദിനി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ മാഷ് വിശ്വനെ കണ്ടു ചോദിക്കാം, വിശ്വം നിൻ്റെ കെട്ട് വിട്ടുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛാ അത് ഇന്നലെ ഞാൻ വിഷമത്തിൽ കഴിച്ചതാണ്, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുകയാണ്. ഞാനല്ല ക്ഷമിക്കുക, ആ കുട്ടിയാണ്. നീ ഇത്രയും കാലമായി 9 വർഷമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്, ഇനിയെങ്കിലും നിനക്ക് ഒരു ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്നൊക്കെ പറയുകയാണ്. അച്ഛൻ എനിക്ക് ജോലി കിട്ടിയതില്ല, അത് ഈ തരത്തിലായത് എൻ്റെ കുറ്റമാണോ എന്നൊക്കെ വിശ്വം തിരിച്ച് ചോദിക്കുകയാണ്.
ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് അച്ഛാ. വീടിനും കൊള്ളൂല, നാടിനും കൊള്ളൂല, ഒന്നിനും കൊള്ളത്തില്ല. ഒരു കുടുംബം പോലും നോക്കാൻ എനിക്ക് കഴിവില്ല. പക്ഷേ ഞാൻ ഒരു പ്രശ്നത്തിന് ഇതുവരെ പോയിട്ടില്ല. ആരെയും പറ്റിച്ച് ഞാൻ പണവും വാങ്ങിയിട്ടില്ല. ഒരു തല്ല് കേസിന് ഞാൻ പോയിട്ടില്ല എന്നൊക്കെ വിഷയം പറയുകയാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ആർക്കും വേണ്ടാത്തൊരവസ്ഥയായിപ്പോയി. ഒരു പാഴ് ജന്മം. ഞാൻ ചത്തൊടുങ്ങുന്നതാണ് നല്ലതെന്ന് പറയുകയാണ്. എന്നിട്ട് ശ്രീജയുടെ കൂടെ പറയുകയാണ്, ശ്രീജ, നിനക്ക് ഞാൻ എങ്ങനെയെങ്കിലും പൈസ കടം വാങ്ങിച്ച് നിനക്കുള്ള തന്നിട്ട് നിൻ്റെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ വേദ ഇടപെടുകയാണ്. അപ്പോൾ വേദ ചോദിക്കുകയാണ്, എന്താണ് വിഷയമായിട്ട് പറയുന്നത്? ഒരു കുടുംബം നോക്കാൻ കഴിവില്ലാത്ത ആളാണെങ്കിൽ വിവാഹം കഴിക്കാൻ പോകരുത്. വെറുതെ എന്തിനാണ് ഒരു മകളുടെയും ഒരു അമ്മയുടെയൊക്കെ ശാപം വാങ്ങി വെക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് പറയുന്ന സമയത്ത് കൊണ്ട് തള്ളാനും അല്ലാത്തപ്പോൾ കൂടെ കഴിപ്പിക്കാനൊക്കെ ഇതെന്താ ഒരു നായ്ക്കാലിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ താലി എന്ന് പറയുന്നത് പശുവിനിടുന്ന ഒരു മൂക്ക് കയറല്ല, അത് പവിത്രമായൊരു ബന്ധമാണെന്നൊക്കെ പറയുകയാണ്. അത് മനസ്സിലാക്കാനായിട്ടൊക്കെ വേദ വിശ്വനോട് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നന്ദിനി ദേഷ്യപ്പെടുക. നിൻ്റെ വക്കീൽ കോടതിയൊന്നും ഇവിടെ കളിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുകയാണ്. ഞാൻ വക്കീൽ കോടതി കളിക്കുകയില്ല. വിശ്വേട്ടനെതിരെ ഈ ആരോപണം ഉന്നയിച്ച ആരാണ്? നന്ദിനി ഏട്ടത്തില്ല. ഞാൻ എന്ത് പറഞ്ഞെന്നാണ് പറയുന്നത്? അമ്മ എല്ലാം കേട്ടിട്ടുണ്ടെന്ന് പറയുകയാണ്. നന്ദിനി ഏട്ടത്തില്ലേ പറഞ്ഞത്? പിന്നെ വിശ്വേട്ടൻ ഒരു ജോലിക്കും പോകാതെ 3 നേരം ഇവിടെ ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വിക്രമ വിശ്വേട്ടന് ചിലവിനൊന്നും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞത്, വിനായകേട്ടൻ മാത്രമേ ചിലവിന് കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞത് നന്ദിനി ഏട്ടത്തി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി കിടന്ന് ഉരുളൊക്കെയാണ്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എല്ലാത്തിനും കാരണം നന്ദിനിയാണെന്ന് അച്ഛനോട് വേദ പറയുകയാണ്. വിശ്വേട്ട, പറയാനും കുറ്റപ്പെടുത്താനൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അന്തസ്സായിട്ട് ജീവിച്ചു കൊടുക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് മരിക്കണം, ഭാര്യയെ ഉപേക്ഷിക്കണം, മകളെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ വേദ പറയുകയാണ്. വിശ്വേട്ടൻ ഇനിയായാലും നല്ലൊരു ജോലി നേടി നല്ലപോലെ ജീവിച്ചാൽ മതി. ഭാര്യയും മകളെയൊക്കെ നല്ലപോലെ നോക്കിയാൽ മതി. വിശ്വേട്ടൻ എന്താണ് അതിനുള്ളൊരു തടസ്സം എന്നൊക്കെ ചോദിക്കുകയാണ്. നല്ല സന്തോഷമായിട്ട് ജീവിക്കാനുള്ള സമയമാണ് നിങ്ങളെന്നൊക്കെ വേദ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്